ഇതൊരു ഫാമിലി ബിസിനസ് ആണല്ലേ? അതെ, ഫാമിലി ബിസിനസ്. അപ്പൊ പുറത്തുനിന്നും ആരും എന്തായാലും ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയൊന്നും ഇൻവെസ്റ്റേഴ്സ് ഇല്ല. ഇല്ല. എല്ലാരും പറയണുണ്ട് ദുബായിൽ ഫ്രാഞ്ചൈസി കൊടുക്ക്, അവിടെ ഫ്രാഞ്ചൈസി കൊടുക്ക്. അപ്പൊ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ ഇതും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ നോക്കി നടത്തും പോലെ ആവില്ല എന്നുള്ളത്. നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, നമ്മളെ വണ്ടി നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ആവില്ല. തൃശ്ശൂരും ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് അങ്ങോട്ട് നോക്കാൻ പറ്റാതെ വന്ന് നിർത്തി. ഇനിയിപ്പോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചുമോനോട് പലരും അവിടെ വന്ന് വയനാട് വന്നവരൊന്നും തുടങ്ങി, അല്ലെങ്കിൽ അവിടെ വന്നവരൊന്നും തുടങ്ങി, ഇവിടെ നിന്ന് എല്ലാരും പറയുന്നുണ്ട്. എന്നാലും അതൊന്നും ഇപ്പൊ പെട്ടെന്നാവില്ല. എന്ന് വെച്ചാൽ സ്ഥലം കൂടും, വണ്ടിയല്ലേ അത് ഓടിപ്പിക്കണമെങ്കിൽ സ്ഥലം കൂടുതലും സ്ഥലം വേണം. ഇപ്പൊ അമ്മയ്ക്ക് ഇനിയിപ്പോ അടുത്ത് ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 12ഓളം ലൈസൻസ് ഇനി അതിന് മുകളിലുണ്ടോ? ഇല്ല, ഇനി ഏത് വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ക്രെയിനിന്റെ തന്നെ പലതരം വണ്ടികളായിട്ടുണ്ട്. അതൊന്നും ഓടിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് എവിടെയൊക്കെ കാണുന്ന മെട്രോയൊക്കെ പണിയുന്നിടത്തൊക്കെ പലതരം എക്യുപ്മെന്റ്സ് കിടപ്പുണ്ട്. അതിനൊക്കെ ക്രെയിൻ എന്നും പറഞ്ഞ ഒരു ലൈസൻസേ ഉള്ളൂ. അപ്പൊ ഇനി ലൈസൻസിന്റെ വെറൈറ്റി വരാൻ ഇല്ല എന്നാ തന്നെ തോന്നുന്നു.